കുറെ പേർക്കെങ്കിലും ഉണ്ടാവുന്ന ഒരു കോമൺ ആയിട്ടുള്ള ഇഷ്യൂ ആയിരിക്കും മുടി കൊഴിച്ചിൽ എന്ന് പറയുന്നത്. അതിപ്പോ ഏജ് ഡിഫറൻസ് ഒന്നും ഇല്ല, ഇപ്പൊ എല്ലാവർക്കും ഉണ്ട്. അപ്പൊ അതിന് പല കാരണങ്ങൾ ഉണ്ടായിരിക്കാം. നമ്മുടെ റുട്ടീൻ, അതേപോലെ സ്ട്രെസ് ലെവൽ, അതുപോലെ തന്നെ നമുക്ക് വൈറ്റമിൻസിന്റെ കുറവ്, അതൊക്കെ ഉണ്ടായിരിക്കാം. അപ്പൊ നമുക്ക് എക്സസീവ് ആയിട്ടുള്ള മുടി കൊഴിച്ചിലുണ്ടെങ്കിൽ എന്തായാലും ഒരു ഡെർമറ്റോളജിസ്റ്റിന് അല്ലെങ്കിൽ ഹെയറിന്റെ ഡോക്ടറെ കാണിക്കണം. അല്ല നിങ്ങൾക്ക് നാച്ചുറലി ഹെയർ ഗ്രോത്ത് ഒന്ന് ബൂസ്റ്റ് ചെയ്യാനാണെങ്കിൽ ഞാൻ യൂസ് ചെയ്യുന്ന 2 ടോണർ പറഞ്ഞുതരാം. എനിക്ക് നന്നായിട്ട് വർക്ക് ചെയ്തിട്ടുള്ള 2 ടോണേഴ്സ് ആണിത്. ഫസ്റ്റ് വൺ വരുന്ന റോസ്മേരി. ഇത് ഞാൻ കുറെ വീഡിയോസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. റോസ്മേരിയും ഫെനുഗ്രീക്കും, അതായത് ഉലുവ, ഒരു 1 ടീസ്പൂൺ റോസ്മേരിയും ഇടും, 1 ടീസ്പൂൺ ഉലുവയും ഇട്ടിട്ട് ഞാൻ തലേന്ന് കുതിർത്ത് വെക്കും. പിറ്റേന്ന് ഈ കുതിർപ്പിക്കാൻ വെച്ച സൊല്യൂഷൻ ഒന്ന് തിളപ്പിച്ചിട്ട് ഊറ്റിയിട്ട് എടുത്ത് വെക്കും. അത്രേ ഉള്ളൂ. സെക്കൻഡ് വൺ വരുന്നത് ഈ ഒരു നെല്ലിക്ക, അതേപോലെ തന്നെ കറിവേപ്പില ഇട്ടിട്ടുണ്ടാക്കിയ ടോണറാണ്. നെല്ലിക്ക ഉണക്കി പൊടിച്ചത് ഒരു 1 സ്പൂണ്, അതുപോലെ തന്നെ ഒരു 4-5 എതള് കറിവേപ്പിലയും കൂടി തലേന്ന് ഞാൻ രാത്രി വെള്ളത്തിൽ ഇട്ട് വെക്കും. പിറ്റേന്ന് ജസ്റ്റ് ഒന്ന് ബോയിൽ ചെയ്ത് ഊറ്റിയെടുക്കുന്നതാണ് ഈ ടോണർ. ഇതും റോസ്മേരി ടോണറും ഓൾട്ടർനേറ്റ് ഡേയ്സിൽ ഞാൻ യൂസ് ചെയ്യലുണ്ട്, അല്ലെങ്കിൽ ഒരിട ഗ്യാപ്പ് ഇട്ടിട്ടൊക്കെ യൂസ് ചെയ്യലുണ്ട്. അപ്പൊ നന്നായിട്ട് ഹെയർ ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യാനും ഹെയർ ഫോൾ കൺട്രോൾ ചെയ്യാനും ഹെൽപ്പ് ചെയ്യും. പിന്നെ ഇതുപോലത്തെ സ്പ്രേ ബോട്ടിലിൽ സ്റ്റോർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു 1 വീക്ക് വരെയൊക്കെ ഫ്രിഡ്ജിൽ വെച്ച് യൂസ് ചെയ്യാൻ പറ്റും. ഈ ഒരു ബോട്ടിൽ ഞാൻ മീഷോന്ന് വാങ്ങിച്ചത് 2 എണ്ണത്തിനും കൂടി 63 രൂപയാണ് എനിക്ക് വന്നത്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളതാണ്. പിന്നെ ഓരോ തവണ നമ്മൾ ഇത് കഴിഞ്ഞാൽ അത്യാവശ്യം നന്നായിട്ട് വാഷ് ചെയ്യുക, അടുത്ത റീഫിൽ ചെയ്യുന്നതിന്റെ മുന്നേ. ഇല്ലെങ്കിൽ ഇതിനൊക്കെ ചില സ്റ്റെയിൻ ഉണ്ടാവും, കറകള്. അപ്പൊ അതിങ്ങനെ കുപ്പിയിൽ പിടിക്കുമ്പോൾ നമുക്ക് തന്നെ ഒരു തോന്നും, അയ്യോ ഇത് ക്ലീൻ അല്ലേ എന്നുള്ള സംഭവം. അപ്പൊ നന്നായിട്ട് ബ്രഷോ എന്തെങ്കിലും ഇട്ടിട്ട് ക്ലീൻ ചെയ്യാൻ നോക്കുക. പിന്നെ ഞാൻ അത്യാവശ്യം അലർജിക് ഇഷ്യൂസും ശ്വാസമുട്ടൊക്കെ ഉള്ള ആളാണ്. അപ്പൊ എനിക്ക് ഇതിട്ടിട്ട് അങ്ങനെ പ്രശ്നമൊന്നും വന്നിട്ടില്ല. പക്ഷെ ഒത്തിരി രാത്രി ഞാൻ അപ്ലൈ ചെയ്യില്ല, ഒരു ഈവനിങ് ടൈമിൽ അപ്ലൈ ചെയ്യും. അതാകുമ്പോൾ നീരുവീഴ്ച, നീരിറക്കങ്ങളൊക്കെ ഒഴിവാക്കാൻ പറ്റും. അങ്ങനത്തെ പ്രശ്നമുള്ളവർ ഒന്ന് നോക്കിയിട്ട് യൂസ് ചെയ്യാം. പിന്നെ ഇതിൽ ഏത് സാധനം നിങ്ങൾക്ക് പറ്റില്ല എന്ന് തോന്നുന്ന വെച്ചാൽ അപ്പൊ തന്നെ ഒഴിവാക്കുക. കാരണം എല്ലാവർക്കും ഒരേപോലെ വർക്ക് ചെയ്യുന്നില്ല. പക്ഷെ നാച്ചുറലി നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ സാധനമാണ് ആൻഡ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. കാരണം എന്താ വെച്ചാൽ നെല്ലിക്കയുടെ പൊടിയാണെങ്കിലും റോസ്മേരി ആണെങ്കിലും നമുക്ക് ഇങ്ങനെ ഒരു പാക്കറ്റ് മേടിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ഉണ്ടാക്കുകയാണെങ്കിൽ ഭയങ്കര കുറച്ച് കോൺസെൻട്രേഷനിലാണല്ലോ നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പൊ പിന്നെ അത്ര സാധനം യൂസ് ചെയ്യേണ്ടി വരില്ല. അതുപോലെ കുറെ നാളത്തേക്ക് യൂസ് ചെയ്യാൻ ഒരു പാക്കറ്റ് തന്നെ ധാരാളമായിരിക്കും. അപ്പൊ ഈ വീഡിയോ ഹെൽപ്ഫുൾ ആവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പൊ നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് കിട്ടുകയാണെങ്കിൽ കമന്റ് ചെയ്യണേ. ബൈ.